ഡാർക്ക് ലവ്. രചന വൈദേഹി. അവതരണം സിദ്ധി. യാ, ഒരു പോസ്റ്റുണ്ട്. അവൻ വീണ്ടും അതേ ചിരിയോടെ ത്രിവിനെ നോക്കി ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് നിവർന്നിരുന്നു. യുദ്രയും ത്രിവിത്തും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ത്രിവിത്തിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നാലോചിച്ച്. എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റ്, അത് വേക്കൻ്റ് ആണ്. ത്രിവിത്തിനെ നോക്കിക്കൊണ്ട് ഒരു നിഗൂഢമായ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓ, ഇറ്റ്സ് വിൽ നെവർ ഹാപ്പൻ. ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ അവൾക്ക് ബ്രഹ്മയിൽ ജോലിയില്ലെന്ന് പറഞ്ഞേക്ക് ഡാഡി. അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. ഷിറ്റ്. വിധു ദേഷ്യത്തോടെ അവൻ പോയ വഴിയെ നോക്കി. വിധു, എന്താ? ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ഏറ്റവും നല്ല ജോബാണിത്. ആശി പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറ്റൊരു ജോബിനും ആ കുട്ടിക്ക് ആപ്റ്റ് അല്ല വിധു. അന്തിമ തീരുമാനം എന്ന പോലെ അയാളും പറഞ്ഞു. ഡാഡി, എന്നാലും ഒരെന്നാലുമില്ല. ആ കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ HR മാനേജറോട് സംസാരിക്കാം, അപ്പോയിൻമെന്റ് ലെറ്റർ മെയിൽ ചെയ്യാൻ. ദിസ് ഇസ് ദ ഫൈനൽ. ഇനി ഇതിലൊരു ചർച്ചയില്ല. അയാൾ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. ഇനി അവിടെ ഇരുന്നാൽ ഡാഡി തീരുമാനം മാറ്റില്ല എന്ന് മനസ്സിലായതും അവൻ എഴുന്നേറ്റ് മുകളിലേക്ക് കടന്നു. ആശയുടെ PA പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ ആയതുകൊണ്ടോ തന്നെ ഡാഡി പറയുന്നത് ശരിയുമാണ്. എന്നാലും അവൾക്ക് വേണ്ടത് ഒരു ജോബാണ്, ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ. എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യാൻ പറയാം. എന്നിട്ട് അവളുടെ അപ്പ ഒന്ന് ഓക്കെ ആയ ശേഷം ഡാഡിയോട് അമ്മയോട് സംസാരിച്ച് ഇതിലൊരു തീരുമാനമാക്കണം. കൈവിട്ട് കളയാനാവില്ല എനിക്ക് നിന്നെ. ഇതാവുമ്പോൾ നീ എൻ്റെ അരികിൽ തന്നെ ഉണ്ടല്ലോ. കഷ്ടപ്പെടുത്തില്ല ഞാൻ. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിന്നെ എൻ്റേതാക്കും ഡോൾ. എൻ്റെ മാത്രം. അതിൽ പിന്നെ നിനക്കാരും എക്സ്പ്ലനേഷൻ നിരത്തേണ്ട വരില്ലല്ലോ. ചിന്തയിൽ തന്നെ അവൻ്റെ മുഖം അവളെ ഓർത്ത് പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. അടിക്കേണ്ട താമസം അവൾ എടുത്തിരുന്നു. പാവം, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ. ഹലോ സാർ, ഒരു വേക്കൻസി ഉണ്ട്. പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. തനിക്ക് ഓക്കെ ആണോ? ആരുടെ? ബ്രഹ്മ ഗ്രൂപ്പിൻ്റെ CEO. അവനത് പറയെ ഞെട്ടിപ്പോയിരുന്നു അവൾ. ഇനി എന്തു ചെയ്യും? എങ്ങനെയൊക്കെ പോയാലും അതിൻ്റെ അവസാനം അശ്വത് എന്ന തൻ്റെ പേടി സ്വപ്നത്തിലാണ് ചെന്ന് അവസാനിക്കുന്നവൾ എന്ന് ഓർത്തു അവൾ. നവോദയ. താനൊന്നും പറയാതിരുന്നതിനാൽ തന്നെ അവൻ വിളിച്ചു. ആ സാർ, കേൾക്കുന്നുണ്ട്. തനിക്ക് ഓക്കെ ആണോ? എടോ, എനിക്കറിയാം തനിക്ക് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പേടി സ്വപ്നം പോലെ ആകുമെന്ന്. ഐ നോ എവറിത്തിങ് ബിറ്റ്വീൻ യു ആൻഡ് ഹിം. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഉറപ്പ് പറയാം, നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാനില്ലേ ഡോൾ. പിന്നെ ഇപ്പോഴത്തെ തൻ്റെ കണ്ടീഷനിൽ ഇതിനേക്കാൾ നല്ലൊരു ജോബ് തനിക്ക് കണ്ടുപിടിച്ചു തരാൻ ആവില്ല എനിക്ക്. അവളൊന്ന് മൂളി. ഡോണ്ട് ബി അഫ്രൈഡ്, ബി കോൺഫിഡൻറ്റ്. നീയല്ലേ ഉള്ളൂ അപ്പയ്ക്കും അമ്മയ്ക്കും. സോ എല്ലാം പാക്ക് ചെയ്ത് സൺഡേ ഈവനിങ് ബാംഗ്ലൂരിലേക്ക് വാ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ അയച്ചു തരാം. പിക്ക് ചെയ്യാൻ ഞാൻ വന്നോളാം. യുടെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഓക്കെ? സോ സി യു ഓൺ മൺഡേ ഡോൾ. അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. വെച്ചതും ഫോൺ ഓഫാക്കി വെച്ചുകൊണ്ട് അവൾ നേരെ പാർത്തിൻ്റെ അടുത്തേക്ക് പോയത്. അവിടെ അയാളുടെ അടുത്ത് തൻ്റെ അമ്മയും പാട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് കയറി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇരുന്നു അവൾ. എന്നിട്ട് അപ്പാവുടെ കൈകൾ എടുത്ത് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ജോലിയെപ്പറ്റി ഒന്നും അവൾ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്കയും ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പാ, എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. നല്ല ജോലിയാണ്, ഞാൻ പൊക്കോട്ടെ? അവളത് പറഞ്ഞതും അയാളുടെ നെഞ്ചുമൊന്ന് വിങ്ങി. തനിക്ക് ഈ അവസ്ഥ വന്നതുകൊണ്ടല്ലേ പഠിക്കേണ്ട പ്രായത്തിൽ ഇവൾക്ക് ഈ ഗതി വന്നതെന്ന് ആ അച്ഛൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. അയാളുടെ മനസ്സിലെ പിരിമുറുക്കം മുഖത്ത് കാണാൻ തുടങ്ങിയതും നവോദയ അയാൾ ഉള്ള പിടി ഒന്നുകൂടെ മുറുക്കി. അപ്പാ, എന്നായാലും ഞാൻ ജോലിക്ക് പോകണം. അത് കുറച്ച് നേരത്തെ ആയെന്ന് വിചാരിച്ചു പോരെ? അയാളുടെ മനസ്സറിഞ്ഞ പോലെ സംസാരിക്കുന്നവളെ കണ്ട് അയാളുടെ കണ്ണിന് ഇരുവശത്തേക്കും ചാലിട്ടൊഴുകി. അപ്പാ. അത് കണ്ടതും അവൾ ശാസനോടൊന്ന് വിളിച്ചു. അപ്പാ, എനിക്ക് അപ്പയെ പഴയ പോലെ വേണം. എന്നും അപ്പാവുടെ സംഗീതം കേട്ടുകൊണ്ട് ഉണരണം എനിക്ക്. അപ്പാവുടെ കൈ പിടിച്ച് കോവിൽ പോക വേണം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇന്ത ജോലി പോകണം. സങ്കടപ്പെടല്ലേ അപ്പാ, സന്തോഷമായിരിക്കെ. എന്നെപ്പറ്റി എന്ത് കവലയും വേണ. അത് വന്ന് പെരിയ ഓഫീസ്, ശതമാന ആളുകൾ. എനിക്ക് അங்கே എന്താ പ്രശ്നം ഉണ്ടാകാതെ. പിന്നെ എനിക്കറിയാം ഇപ്പോൾ ഈ കണ്ണ് നിറയുന്ന അപ്പാക്കിനൊന്നും വന്നില്ലെങ്കിൽ എനിക്ക് ജോലിക്കൊന്നും പോകണ്ട എന്നോർത്തല്ലേ. അദ്ദേഹം ആണം തല അനക്കി.
ഇതുവരെ അപ്പ എന്നെ രാജകുമാരിയാക്കി നോക്കിയില്ലേ, ഇനി ഞാൻ നോക്കിക്കോ, ഞാൻ അപ്പ രാജ മാതിരി നോക്കും. അവളുടെ ചിരിയോടെ വലിയ ഗമയിൽ പറഞ്ഞതും അദ്ദേഹവും അമ്മയും പാട്ടിയും വരെ ചിരി വന്നിരുന്നു. എന്ത് കവലയും വേണ, ഞാനില്ലയാ, ഞാൻ പാത്തുക്കറേ. അവളത് പറഞ്ഞതും അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് വലത് കൈ ചെറുതായി ഒന്ന് ഉയർത്തി അവളുടെ തലയെ അനുഗ്രഹിക്കുന്ന പോലെ വെച്ചു. അത് അയാളുടെ സമ്മതമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്ന് നിറഞ്ഞു ചിരിച്ചു. ആദി, എന്നാ ജോയിൻ ചെയ്യണ്ടേ? ലക്ഷ്മി അവളോട് അത് ചോദിച്ചതും അവളുടെ നോട്ടം അവർക്ക് നേരെയായി. മൺഡേ ജോയിൻ ചെയ്യണം അമ്മ, നാളെ തന്നെ പോണം. അയ്യോ, നാളെയോ? അപ്പോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ടേ? ലക്ഷ്മി മോൾ കൊണ്ടുപോകാൻ എന്തേലും ഉണ്ടാക്കണ്ടേ? പാട്ടി അവളുടെ അമ്മയെ നോക്കി പറഞ്ഞതും അവർ വേഗം അടുക്കളയിൽ കാണുന്നു. വേണ്ട എന്നൊന്നും പറഞ്ഞില്ല. കാര്യമില്ലെന്ന് നവോദയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. പോയി പാക്ക് ചെയ്യ കണ്ണ, തലയിൽ തടവിക്കൊണ്ട് പാട്ടി പറഞ്ഞതും നവോദയ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കടന്നു. മുകളിലെത്തിയതും പുറത്തേക്ക് വെച്ച സാധനങ്ങൾ വീണ്ടും ഓരോന്നായി ഉള്ളിലേക്ക് തന്നെ വെച്ചവൾ. ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്നോ പെട്ടെന്ന് തന്നെ പോകേണ്ടി വരുമെന്നോ അവൾ വിചാരിച്ചിരുന്നില്ല. കണ്ണു നിറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങളും അവൾ എടുത്തു വെച്ചു. സങ്കടം വരുന്നുണ്ടെങ്കിലും തന്റെ സങ്കടത്തേക്കാൾ വലുത് ഇവ ബാക്കിയുള്ളതാണെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാലും എൻ കടവുളെ, അന്ത് ആളുടെ അടുത്തേക്കാണ് പോകുന്നത്, അതും അസിസ്റ്റന്റായിട്ട്. നീയേ തുണ. മനസ്സിലൊരു വശം നിറയെ അവനുള്ള പേടിയാണെങ്കിൽ മറുവശം ത്രിവിധത്തിലുണ്ടല്ലോ എന്ന ആശ്വാസം നിറഞ്ഞു. അത്യാവശ്യം വേണ്ടതൊക്കെ പാക്കാക്കി കഴിഞ്ഞു അവൾ. ഇനിയുള്ളത് ബാക്ക് പാക്കിൽ വെക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബെഡിലേക്ക് കിടന്നു. അപ്പോൾ ഫോൺ ഓണാക്കുകയും ചെയ്തു. ആദ്യം തന്നെ കണ്ടത് ബ്രഹ്മ ഗ്രൂപ്പിൽ നിന്ന് വന്ന മെയിലാണ്. അത് തുറന്നു നോക്കിയതും അപ്പോയിൻമെന്റ് ലെറ്റർ ആണെന്ന് കണ്ടതും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ത്രിവിധിന്റെ മെസ്സേജ് കണ്ടതും അതെടുത്തു നോക്കി. ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. നാളെ ഈവനിങ് 5 മണിക്കാണ്. ഇവിടെ നിന്നും കൊച്ചിയിൽ 2 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 2 മണിക്കെങ്കിലും ഇറങ്ങണം. സാധാരണ ബസ്സിലോ ട്രെയിനിലോ ആണ് പോവാറ്. അതെപ്പോഴും ചടങ്ങാണ്. ഇതിപ്പോൾ ത്രിവിധ് ബുക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബസ് തന്നെ പോകാമായിരുന്നു. സ്റ്റേ ഒക്കെ എവിടെയാണാവോ? ഒരു ആലോചനയോടെ കിടന്നവൾ അപ്പയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു കണ്ണു നിറച്ച് നിൽക്കുന്ന അമ്മയും പാട്ടിയെയും. ഇതൊക്കെ ഇപ്പൊ അഴുവറേമ്മ. അപ്പ നല്ല പാത്തുക്കോ, ലീവ് പെട്ടെന്നൊന്നും കിട്ടില്ല. കിട്ടിയാ കണ്ടിപ്പ ഓടി വരെ. അമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞുകൊണ്ട് അവൾ പാട്ടിയെ നോക്കി. പാട്ടി, അപ്പോ അമ്മയെ നല്ല പാക്കണം കേട്ടോ. പോയിട്ട് വരാന്ന് പറ കണ്ണ. ഓക്കെ, പോയിട്ട് വരേ. പിന്നെ അവിടെ തന്നെ നിന്നാൽ കരച്ചിലാവും എന്നുള്ളത് കൊണ്ട് അമ്മയോട് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോന്നു. പെട്ടിയ സാധനങ്ങളൊക്കെ ക്യാബിൽ വെച്ചു. ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. വീണ്ടും പുറത്തേക്ക് തലയിട്ട് അവരോട് യാത്ര പറഞ്ഞു. ആദ്യം എത്തിയാൽ വിളിക്കണം. ഓക്കെ മാ. പാട്ടി ബൈ. അവൾ കൈവീശി ഒന്നുകൂടെ യാത്ര പറഞ്ഞതും ഡ്രൈവർ വണ്ടിയെടുത്തു. എയർപോർട്ടിൽ ചെന്നിറങ്ങിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ത്രിവിധിനെ. ഒരു ചിരിയോട് അടുത്തേക്ക് ചെന്നു. ആളെ നേരെ വന്ന് ഹഗ് ചെയ്തും ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ ആളതൊന്നും ശ്രദ്ധിച്ചുകൂടിയില്ല. എന്നെ വിട്ടതിന് ശേഷം എൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് ഡിക്കിയിൽ വെക്കുന്ന തിരക്കിലാണ്. അപ്പാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓൾ ഫൈൻ? ഒരു ചോദ്യത്തോടെ അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നു. ാണ് നാളെ തൊട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. ഡോക്ടർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, കം ഗെറ്റ് ഇൻ. അവൻ ലഗേജ് എടുത്തു വയ്ക്കൽ കഴിഞ്ഞതും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കാറിലേക്ക് നോക്കി പറഞ്ഞു. അവൻ തന്നെ പോയി ഡോർ തുറന്നു കൊടുത്തതും ഒരു അതിശയത്തോടെ നോക്കിപ്പോയി അവനെ. ഒരു ചിരിയോടെ കാറിലേക്ക് കയറിയവൾ. ഒപ്പം അവനും കയറിയത് സ്റ്റാർട്ട് ചെയ്തു. സാർ. ആ വിളി കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കല്ലേ. യു ക്യാൻ കോൾ മീ ത്രിവിധ് ഓർ വിധു. അതെങ്ങനെ പറ്റും? എന്നേക്കാൾ മൂത്ത ആളല്ലേ. എന്നാ എന്തെങ്കിലും വിളിച്ചോ സാർ എന്നൊഴികെ. അവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. വിധുവേട്ടാന്ന് വിളിക്കട്ടെ? ഒരു ചോദ്യത്തോടെ അവനെ നോക്കിയതും ചിരിച്ചുകൊണ്ട് തലയാടിയിട്ടുണ്ട്. അവൾക്കും ചിരി വന്നു. താൻ വിളിച്ചു തോർത്തു. എന്തോ തൻ്റെ ആണെന്നൊരു തോന്നൽ വന്നു തുടങ്ങിയത് അവൾക്ക്. വിധുവേട്ടാ, നമ്മൾ എവിടേക്കാ പോണേ? എന്നെ സ്റ്റേ എവിടെയാ? സർപ്രൈസ്. ഒരു ചിരിയോടെ അവളെ നോക്കി അവൻ പറഞ്ഞു. പിന്നെ അവളും ഒന്നും ചോദിച്ചില്ല. അവൻ സ്റ്റീരിയോയെ ഓൺ ചെയ്ത് പാട്ട് കേൾക്കാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു. തമിഴൊക്കെ കേൾക്കുവോ? പാട്ടിന്റെ ട്യൂൺ പ്ലേ ആവാൻ തുടങ്ങിയതും അവൾ ചോദിച്ചു ഒരു അതിശയത്തോടെ. ഉണക്കാകെ മട്ടുണ്ടി. ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും ചുവപ്പ് നിറമാർന്ന അവളുടെ കവിളുകളെ മറയ്ക്കാൻ എന്നോണം അവൾ തിരിഞ്ഞു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു.
അതിലെ മെയിൽ വേർഷൻ വന്നതും തനിക്ക് വേണ്ടി പാടുന്നവനെ കാണെ അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കിയിരുന്നു പോയി. ഓരോ വരിയും എനിക്കായി പാടുന്ന പോലെ. കഴിഞ്ഞ ദിവസത്തിലുള്ള അവന്റെ പ്രവൃത്തിയിലും ഇപ്പോഴുള്ള ഈ പാട്ടിലും എല്ലാം അവൾ അറിയുകയായിരുന്നു. അവൾ അവന് അത്രത്തോളം പ്രിയപ്പെട്ട ഒന്നാണെന്ന്. കാർ നേരെ ഒരു അപ്പാർട്ട്മെന്റിന്റെ പാർക്കിൽ ചെന്ന് നിർത്തി. കണ്ടാൽ തന്നെ അറിയാം ലക്ഷറി ആണെന്ന്. ഇതെന്താ ഇവിടെ? വാ. അത് പറഞ്ഞ് അവൻ ഇറങ്ങി തനിക്കായി ഡോർ തുറന്നു തന്നു. അവൻ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ ലിഫ്റ്റിൽ കയറിയതും എൻ്റെ ലഗേജുമായി സെക്യൂരിറ്റി വന്നിരുന്നു. അയ്യോ, ഞാൻ എടുക്കും എന്ന് പറഞ്ഞു തന്നതും ഒരു നോട്ടം കൊണ്ട് തന്നെ തടഞ്ഞിരുന്നു. ലിഫ്റ്റ് 7th ഫ്ലോറിൽ എത്തിയതും അതിനടുത്തുള്ള ഒരു ഫ്ലാറ്റിന്റെ ഡോറിൽ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് സെക്യൂരിറ്റി. അയാൾക്കുള്ള ടിപ്പ് കൊടുത്തതും നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ പോയി. ആ ഫ്ലാറ്റിന്റെ കീ കയ്യിൽ തന്നു. തുറന്നോളാൻ പറഞ്ഞു. പിന്നീട് അത് തുറന്നു അകത്ത് കയറി. ഒരു ലക്ഷറി 2 ബെഡ്റൂം ഫ്ലാറ്റ്. അപ്പോ ഇനി മുതൽ തന്റെ താമസം ഇവിടെ ആയിരിക്കും. ഓക്കെ താനാ കൺമണി? കൺമണിയാ? ഒരു അതിശയത്തോടെ അവൾ ചോദിച്ചതും അവന്റെ ഉത്തരവും വന്നു. ആമാ കൺമണി, എൻ കൺമണി. തമിഴ് തെറിയുമാ? സൊല്ലിട്ടാലേ ഉണക്കാകെയിരുന്ന്. ചിരിയോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവനും ഫ്രഷായിട്ട് വാ, ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം, കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും മേടിക്കാം ഒക്കെ പറഞ്ഞു. അവൾ ഫ്രഷ് ആവാൻ കയറിയതും അവൻ ലിവിംഗ് റൂമിൽ സോഫയിലേക്ക് ഇരുന്നു. ഫോണിൽ നോക്കാൻ തുടങ്ങി. സമയം 8 മണിയോട് അടുത്തിട്ടുണ്ട്. നവോദയ വീട്ടിലേക്കുള്ള വിളിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞ് ഇറങ്ങി വന്നതും അവർ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത് തന്നെ കണ്ട ഒരു വെജ് ഹോട്ടലിലേക്ക് കയറി ഫുഡും കഴിച്ചു. വിധുവേട്ടൻ വെജാണോ? അതാ ഇതും എനിക്ക് വേണ്ടിയാണോ? യാ നോ, ഞാൻ വെജാടോ. വീട്ടിൽ നോൺ വെജ് അലൗഡ് അല്ല, അതുകൊണ്ട് അത് ശീലമായിരുന്നു. പിന്നെ US ആയിരുന്നപ്പോൾ വേഗനായി. ഓഹോ അപ്പിടിയാ? ചിരിയോടെ തലയാട്ടി അവൻ. താൻ വാ. കാർ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ പാർക്കിൽ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളും ഇറങ്ങി. വീട്ടിലേക്ക് അത്യാവശ്യ സാധനം എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അവൻ മറ്റേതോ നോക്കാൻ പോയി. അരി, പിന്നെ മസാലപ്പൊടികൾ, ഓട്സ്, മിൽക്ക്, പച്ചക്കറികൾ, പഞ്ചസാര, ഉപ്പ്, ചായപ്പൊടി, കോഫി പൗഡർ, ഹണി, കേർഡ്, അങ്ങനെ ഓർമ്മയിൽ വന്ന ഓരോന്നെടുത്ത് ബിൽ പേ ചെയ്തു. എല്ലാം അവനെക്കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്ന മോശമല്ലേ? പക്ഷെ അത് കണ്ടുകൊണ്ട് വന്നവൻ ദേഷ്യത്തോടെ നോക്കി. പിന്നെ ഒന്നും മിണ്ടിയില്ല. സാധനം ഒക്കെ എടുത്ത് കാർ വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിപ്പുണ്ട്. നല്ല ദേഷ്യത്തിലാണെന്ന് കണ്ടാൽ അറിയാം. വിധുവേട്ടാ സോറി. എല്ലാം ഏട്ടനല്ലേ ചെയ്യുന്നേ? പിന്നെ ഏട്ടനെ അവിടെ കണ്ടില്ല, അതാ ഞാൻ. ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവനെ നോക്കി ഒന്നുകൂടെ പറഞ്ഞു. സോറി പ്ലീസ് മിണ്ട്. അപ്പോഴേക്കും ആളുടെ മുഖത്തൊരു ചിരിയൊക്കെ വന്നു. പിന്നെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്നതും ആള് മിണ്ടി. പിന്നെ ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഫ്ലാറ്റിലെത്തി. സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ ആള് കൂടി. ഓരോ സാധനവും ഓരോരോ കണ്ടെയ്നറിൽ ആക്കി വളരെ നീറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും 10 മണിയായി. പിന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കി. കുറച്ചു നേരം രണ്ടാളും സോഫയിൽ വന്നിരുന്നു. അയ്യോ, ഇത്ര സമയമൊക്കെ ആയോ? പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ആളെഴുന്നേടത്ത് നിന്ന് വേഗം എണീറ്റു. എന്നാൽ ഓക്കേടോ, ഐ ആം ലിവിങ്. നാളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം തന്നെ. ഒരു 9 ആവുമ്പോഴേക്ക് റെഡിയായി നിൽക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൻ പറഞ്ഞ് എല്ലാം തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഗുഡ് നൈറ്റ് കൺമണി. ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അവൻ. അവൻ പോയതും കണ്ടതും ഒരു ചിരിയോടെ ഡോർ അടച്ച് ലോക്ക് ചെയ്തു. ബെഡിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. മനസ്സിൽ ഓരോരോ ചിന്തകളാണ്. വിധുവേട്ടനും ഞാനും തമ്മിൽ ഇപ്പോൾ നല്ല ബോണ്ടുണ്ട്. പക്ഷേ അതൊരു പ്രണയമായെന്ന് തോന്നുന്നില്ല എനിക്ക്. പക്ഷേ അതേസമയം എൻ്റെ ആരൊക്കെയായി തോന്നുന്നുണ്ട് താനും. അപ്പാവോടെ കൂടെ നിൽക്കുമ്പോഴുള്ള പോലെ ഒരു കംഫർട്ടബിൾ ഫീലിംഗ്. പക്ഷേ ആളിന്ന് പ്ലേ ചെയ്ത സോങ് ഡോൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ആളിപ്പോൾ അത് കൺമണിയാക്കി. തനിക്ക് വേണ്ടി തമിഴ് പഠിക്കുന്നു. തൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരു മടിയും കൂടാതെ ചെയ്യുന്നു. അറിയാം ആൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ ആ ഫീലിങ്സ് എനിക്ക് ഏട്ടനോടുണ്ടോ? എന്തോ മനസ്സാകെ അസ്വസ്ഥമാകുന്ന പോലെ. പിന്നെ അതിൻ്റെ കാരണവും മനസ്സ് തന്നെ കണ്ടെത്തി. ഇഷ്ടമൊക്കെ എനിക്കുമുണ്ട്. പക്ഷേ അശ്വത് റാഹിർ, വിധുവേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ മൂല കാരണം
അതാ ആ ഒരാളാണ്. പക്ഷേ നാളെ മുതൽ താൻ അവൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ്. ഇനി മുതൽ സ്വപ്നത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും കാണേണ്ടി വരും. ആളോടുള്ള പേടി ഉള്ളിൽ വെച്ചുകൊണ്ട് തനിക്ക് തൻ്റെ ജോലി നല്ലപോലെ ചെയ്യാൻ പറ്റുമോ? നല്ലപോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ തനിക്ക് ഈ ജോബ് ഓഫർ ചെയ്ത അതൊരു ഷെയിം ആവില്ലേ? എന്നെ കണ്ടാൽ ആളെങ്ങനെ പ്രതികരിക്കും? എന്നെ അറിയാം എന്നുള്ളത് ഉറപ്പാണ്. അന്ന് എയർപോർട്ടിൽ വെച്ച് എൻ്റെ പേര് പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടതാണ്. വീട്ടിൽ നിന്ന് പോരുന്നവരെ ഈ ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ അവളുടെ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സമയത്തോടടുക്കുന്തോറും പേടി കൂടുന്ന പോലെ. ഹായ് ഫ്രണ്ട്സ്, റെക്കോർഡിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എൻ്റെ വായിൽ പല്ലി കമ്പിയിട്ടൊക്കെയാണ്. അപ്പോൾ മോൾ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. റെക്കോർഡിങ് ഇത് സ്മൂത്താക്കാൻ ഞാൻ ശ്രമിക്കാം.